വീണ്ടും തൂക്കും. ഫൈനൽ ഇവർ കയറുമായിരിക്കും, പക്ഷെ ജയിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഫൗളിന്റെ എണ്ണവും കാർഡുകളുടെ എണ്ണവും കുറഞ്ഞു വരുമ്പോൾ നമ്മൾ കമ്മിറ്റി ടീം എന്ന് പറയണേ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? പോർച്ചുഗൽ വന്നോന്നുണ്ടായിരുന്നു, പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ അണ്ണനെ അവരെ ഒഴിവാക്കിയിട്ടതുകൊണ്ട്. ബ്രസീൽ ഫാൻ ആണെങ്കിലും എനിക്ക് അണ്ണനെ ഭയങ്കര താല്പര്യമാണ്. കളി കാണാറുണ്ടോ? ക്രിസ്ത്യാനോയുടെ എല്ലാ കളി ഏത് ക്ലബിലാണ് കളിക്കുന്നത്? അതൊന്നും എനിക്കറിയാൻ പറ്റില്ല. കളി തോറ്റ് കളിയായ തോക്കും, സ്വാഭാവികം. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. ഞാൻ അർജന്റീന ഫാനായിട്ടാണെങ്കിലും എനിക്ക് നെയ്മറിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കളിക്കാരനാണ്. മെസ്സി കപ്പെടുക്കും. ദുഃഖം. ആ മെസ്സിയുടെ നിൽപ്പ് നോക്കിയാൽ 39 വയസ്സായി, 6 വർഷം, ഇപ്പോഴും ആള് കപ്പിനും ഗോൾഡൻ ബൂട്ടിനും വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുക. എന്ത് മനുഷ്യനാണല്ലേ. ഞാൻ ആലോചിക്കുന്നത് 2006 അദ്ദേഹത്തിൻ്റെ ഒരു അരങ്ങേറ്റ ലോകകപ്പാണ്. അന്ന് ജർമ്മനിയിലാണ് കളി നടക്കുന്നത്. ആ ജർമ്മൻ ലോകകപ്പിൽ 80-ാം മിനിറ്റിൽ സെർബിയക്കെതിരെ 80-ാം മിനിറ്റിലാണ് മെസ്സി കളിക്കാൻ ഇറങ്ങുന്നതും. അന്ന് ആ മത്സരത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് ലോകം മെസ്സിയെ കാത്തിരിക്കുന്നത്. കാരണം എനിക്ക് ആ കളി കണ്ട ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വരവിനെ ആഘോഷപൂർവ്വമാണ് ഓരോരുത്തർ വരവേൽക്കുന്നത്. കാരണം ബാഴ്സലോണയിൽ അദ്ദേഹം നന്നായി കളിക്കുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെ കളിച്ച ആ മനുഷ്യനാണ് പിന്നീട് 2010-ലും 2014-ലും 2018-ലും ശേഷം 2022-ലും 2026-ലും, അതായത് 2022-ൽ ലോകകപ്പ് നേടുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു യാത്ര, അത് വല്ലാത്തൊരു അനുഭവമാണ്. ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ പുറകുവശത്ത് ഒരു ശ്രീമൂല നഗരം, അവിടെ ഒരു കല്ലയം എന്നുള്ള ഗ്രാമമാണ്. ഇവിടുത്തെ ഈ വിശാലമായ വിഷ്വൽ, അതായത് മെസ്സിയും നെയ്മറും ഒക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു കട്ടൗട്ടുകൾ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോകകപ്പിൻ്റെ ആദ്യ സമയത്ത് വൈറലായത് ഇവിടുത്തെ കട്ടൗട്ടുകളായിരുന്നു. ഇപ്പോൾ അതിലൊരു സങ്കടം കൂടി ഉണ്ട്, ജസീമിനെ നോക്കിയിട്ട് പറയാൻ പറ്റും. അതെ, നെയ്മർ വീണ് കിടക്കാണ്. ഒരുപക്ഷെ തോറ്റപ്പോൾ വീണ് കിടന്നാണ് നമ്മൾ ഇവരോട് ചോദിച്ചു. പക്ഷെ അവിടെ എന്തൊക്കെ അർജന്റീന ആരാധകർ തള്ളിയിട്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആരാധകർ കുറേ ഉണ്ട്. അവർക്ക് ഈ ലോകകപ്പ് സെമി ഫൈനൽ ഇന്ന് തുടങ്ങണം. അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് കുറേ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ നമുക്ക് ഇവരോട് തന്നെ, ഈ നാട്ടുകാരോട് ചോദിച്ചിട്ട് അതിൻ്റെ ആവേശം ഉൾക്കൊള്ളാം. ഓക്കെ സമീറേ, നല്ല ആവേശത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം ലോകകപ്പാണ്, സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഇനി ആകെ 3-4 മത്സരങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന അധികവും അർജന്റീന ആരാധകരാണ്. തോന്നുന്നത് അർജന്റീന ജയിച്ചപ്പോൾ കുറേ ആളുകൾ ഇട്ടതാണോ തോന്നുന്നുണ്ട്. ചേട്ടാ അങ്ങനെയാണോ? അല്ല, ഞാൻ കൊച്ചെറുപ്പത്തിട്ട് അർജന്റീനയാണ്. അങ്ങനെയാണ്. അർജന്റീന നമ്മൾ കപ്പടിക്കും. എങ്ങനെ എത്ര വലിയ ഉറപ്പ്? ഫിഫ കൂടെ ഉണ്ട്. കളി മാറ്റും. അർജന്റീന ഇപ്പോൾ ഇംഗ്ലണ്ടായിട്ട് കളിക്കുമ്പോൾ കളി മാറ്റും. അതിലെനിക്ക് സംശയമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഫൈനൽ ഇവർ കയറുമായിരിക്കും, പക്ഷെ ജയിക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം എല്ലാവർക്കും ഇത്ര അഹങ്കാരം കൂടുതൽ. ഫൈനലിൽ ഞങ്ങളുടെ മെസ്സി 2 അടിക്കും. ഫൈനലിൽ 2 അടിക്കും. ഈ ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിലും 2 അടിച്ചിരിക്കും. അവർ 2 അടിച്ചാലും നാളെ ബാക്കി ഓപ്പോസിറ്റ് ടീം അടിക്കും. അപ്പോൾ പൂർത്തിയായില്ലേ? അപ്പോൾ എന്തായാലും ഇവർ കളിയിൽ ജയിക്കൂലെന്ന് ഉറപ്പായില്ലേ? അതാ ഉറപ്പ് ഞങ്ങൾ വീണ്ടും തൂക്കും. ഉറപ്പാണ്. ഞങ്ങളുടെ മെസ്സി എന്ന് പറഞ്ഞാൽ ഭയങ്കര താരമാണ്. ഈ പ്രാവശ്യം കപ്പ് വെക്കിയിരിക്കും മെസ്സി, ഉറപ്പാണ്. അതെ, മെസ്സിനെ അങ്ങോട്ടും ഇവിടുത്തെ മുതൽ അർജന്റീന കൂട്ടായ്മയുടെയും മെസ്സി ഫാൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫ്ലെക്സ് ഉയർത്തിയത്. നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരും സഹകരണം ഉണ്ടായിരുന്നു. നമ്മുടെ അബ്രോഡുള്ള എല്ലാ അർജന്റീന മെസ്സി ഫാൻസിന്റെ സഹകരണം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങൾക്ക് നമ്മുടെ നാട്ടുകാരെല്ലാവരും ഫാൻസ് ബൈ പറഞ്ഞ് എല്ലാവരും കൂടെ നിന്നായിരുന്നു. നെയ്മറുടെ ഒരു കട്ടൗട്ട് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ വീണ് കിടക്കാൻ കട്ടൗട്ട് നമ്മൾ ഒരുമിച്ച് വച്ചായിരുന്നു. പക്ഷേ ഈ കാറ്റത്ത് 2 കട്ടൗട്ട് ഒരുമിച്ച് മറയാ ചെയ്തതെന്ന്. പിന്നീട് അത് കംപ്ലീറ്റ്ലി നശിച്ചു പോയി. അത് മൊത്തം ഡാമേജ് ആയിപ്പോയി. ഇത് നമ്മൾ ഇന്ന് ഉയർത്തി കെട്ടുക ചെയ്തു. തോറ്റപ്പോ തകർത്തതാണോ? അങ്ങനെ ഒരു ആരോപണം ഉണ്ട്. ഇത് രണ്ടും തോറ്റന്ന് നല്ല കാറ്റായിരുന്നു അന്ന് പറഞ്ഞത്. കഴിഞ്ഞ 2 കളി മുന്നേ ആയിരുന്നു, അന്ന് നശിച്ചു പോയതാണ്. അങ്ങനെയാണ് ഈ മെസ്സിയുടെ പോണ്ടല്ലായിരുന്നത്. കാറ്റ് മെസ്സിക്ക് അടിച്ചിട്ടില്ലേ? അതിലെനിക്കൊരു സംശയമുണ്ട്. അർജന്റീന ടീം മനഃപൂർവ്വം തകർത്തളഞ്ഞായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവർ പറയുന്നത് നിലവിൽ നമ്മൾ അർജന്റീന ടീം കാറ്റിനും കാശ് കൊടുത്തു എന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. അല്ല, ആരോപണമല്ല, അത് ഉള്ള കാര്യം തന്നെയാണ്. കാറ്റിനും കാശ് കൊടുക്കുന്ന വീഡിയോകളൊക്കെ നമുക്ക് പുറത്തുനിന്നായിരിക്കും കുറച്ച്. ഫിഫക്ക് ക്യാഷ് കൊടുക്കുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അല്ലേ? ഞങ്ങൾ നല്ല കളി കളിക്കുന്നു. അതിലെന്തോ ബ്ലാക്ക് മാജിക് ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. ബ്ലാക്ക് മാജിക്കാണ് മൊത്തം. മെസ്സി കപ്പെടുക്കുവോ? മെസ്സി കപ്പെടുക്കും. കളി കണ്ടോ? ഏതാ ഫാന്? ഇപ്പൊ ടീം ആയതാണോ? മെസ്സിയാ. മെസ്സിയാ? അവിടെ എപ്പോഴും മെസ്സിയാ.
ഇത് ഇന്റർ മയാമിയുടെ ജേഴ്സി ഇട്ടിട്ടുള്ള അവനോട് ചോദിക്കണം മെസ്സിയാണ്. ഏതാ ഫാനെ? പോർച്ചുഗലിന്റെ ജേഴ്സി ഇട്ടെടുക്കുക. അപ്പൊ തോറ്റ് പുറത്തായില്ലേ? സങ്കടായോ? കരഞ്ഞോ ഇയാള് പുറത്തായപ്പോ? ക്രിസ്ത്യാനോ ലോകകപ്പ് കിട്ടാതെ കരാൻ പറ്റുമോ? അത്രക്ക് ഇഷ്ടമാണോ ക്രിസ്ത്യാനോ? എന്താ ക്രിസ്ത്യാനോനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? കളി കളി കാണാറുണ്ടോ ക്രിസ്ത്യാനോയുടെ എല്ലാ കളി? ഇപ്പൊ ഏത് ക്ലബിലാ കളിക്കുന്നത്? കളി കാണാറുണ്ടോ? കളി ചിലത് കാണാറുണ്ട്. എന്താ കളി കണ്ടിട്ട് വന്നത്? കളി കണ്ടിട്ട് കപ്പ് എടുക്കുന്നു തോന്നുന്നു. ഇത് മെസ്സി. മെസ്സിയാണോ? നെയ്മറാ? നെയ്മർ. നെയ്മറായിട്ട് മെസ്സിയുടെ ജേഴ്സി ആണല്ലോ ഇട്ടേക്കുന്നത്. അതെന്താ? നെയ്മറടിയില്ലേ? നെയ്മർ തോറ്റു. നെയ്മർ തോറ്റപ്പോ മെസ്സി ആയതാണോ? നെയ്മർ ജയിക്കുമ്പോ നെയ്മർ ഇനി എന്താ നെയ്മർ വരിക? നീ നെയ്മർ 2 വർഷം ജയിച്ചില്ലോ. ഏതാ മെസ്സിയാണോ? മെസ്സിയാണോ? ഏതാ ടീം ഏതാ? മെസ്സി. കപ്പെടുക്കും. ആരാ കൊടുക്കാം? മെസ്സി തന്നെ. അതെന്താ ഉറപ്പായിട്ട് അങ്ങനെ പറയുന്നത്? ഈ എല്ലാ കളിയിലും പൊട്ടിച്ച് ജയിച്ചു വന്ന കാരണം ഈ പ്രാവശ്യം കപ്പെടുക്കും. സെമിറ കൂടുതൽ ഇവിടെ എന്താ അറിയോ? അർജന്റീന ഫാനാണ്. എനിക്ക് തോന്നുന്നത് പലരും അർജന്റീന അത് 2022 ശേഷമാണെന്ന് ഒരു തോന്നലുണ്ട്. ചോദിച്ചായിരിക്കാലോ. എങ്ങനെ മെസ്സി കപ്പടിക്കുമല്ലോ? കപ്പടിക്കും. അത് എത്ര വലിയ ഉറപ്പ്? അത് ഉറപ്പാണ്, ഇഷ്ടമാണ്. അതുകൊണ്ട് കളി കാണാറുണ്ടോ? കളി കാണാറുണ്ട്. ഇപ്പൊ കുറച്ച് ഷോക്കാണ് കാണിക്കും. പിന്നെ ഒരു പരാതി പൊതുവെ പറയുന്നുണ്ട്, ഫിഫ ബോയ് ആണ് ഫിഫക്ക് ക്യാഷ് കൊടുത്തിട്ടാണ് കപ്പടിക്കുന്നത്. അതിലെന്തെങ്കിലും വാസ്തവം? ബാക്കിയുള്ളവരങ്ങനെ പലതും പറയും. നമ്മളത് അസൂയ കൊണ്ടാണ്. അത് ചെവിക്കൊള്ളേണ്ട കാര്യമില്ലല്ലോ. പൊതുവെ എല്ലാവരും പറയുന്നത് കുഞ്ഞൻ ടീമുകളെയാണ് അർജന്റീനക്ക് കിട്ടിയതെന്നാണ്. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് അടക്കമാണെങ്കിലും ഫിഫ റാങ്കിങ്ങിൽ 10 താഴെയുള്ള ടീമുകളെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഈ ഒരു ഫിക്ചർ ഭാഗ്യം തന്നെയാണോ അതോ ഫിഫയുടെ കളികളാണോ? ഫിഫയുടെ കളികളാണെന്നൊന്നും പറയാനുള്ളത്. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ നറുക്കിട്ടെടുക്കണല്ലോ. ഇന്ന് അർജന്റീനയ്ക്ക് ഇന്നാ പിടിച്ചോ ചെറിയ ടീം, അങ്ങനെയൊന്നും ചെയ്യണമല്ലോ. സെമിറ ഇവിടെ അർജന്റീന ഫാൻസ് മാത്രമല്ല ബ്രസീൽ ഫാൻസ് ആരാധകരുണ്ട്. അവരും കൂടി നമ്മോട് പറയും കാര്യങ്ങൾ എങ്ങനെയാണെന്നില്ലേ. ആരാ കപ്പടിക്കാം അത് പറഞ്ഞു? ഫ്രാൻസ് അടിക്കും. ബെഞ്ച് ടീമും സ്ട്രോങ് ടീമാണ്. പുറത്ത് കളിക്കുന്ന ആൾക്കാർ സ്ട്രോങ് ആണ്. 11 മെമ്പേഴ്സും അർജന്റീന കപ്പടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജന്റീന ഇപ്പം ഫിഫ ഉണ്ട് എന്നുള്ളൊരു ആരോപണം ഉണ്ട്. കമ്മിറ്റി ടീമിന് എന്തോ ആവാലോ, കമ്മിറ്റി ടീമാന്നുള്ള ഒരു ഇതില്. നിങ്ങൾ ബ്രസീൽ എന്ത് ചെയ്യും? അതെ, ഞങ്ങൾ പുറത്തേക്ക് പോയി. ഞങ്ങള് നല്ല രീതിയിൽ കളിക്കും, അതനുസരിച്ച് ഞങ്ങൾ തിരിച്ചു പോകും. കുഴപ്പമില്ല, അവസാനത്തെ ദിവസം കളിപ്പിച്ചല്ലോ. നെയ്മറിനെ എന്തുകൊണ്ട് കളിപ്പിച്ചില്ലേ നിങ്ങള്? ഫിസിക്കൽ ഇഞ്ചുറിറ്റീസ് അത് ജയിക്കില്ല. ആഞ്ചലോട്ടി എടുത്ത തീരുമാനങ്ങൾ ചിലത് തെറ്റായിരുന്നു കളിയിൽ. അത് ഞങ്ങള് കമ്മിറ്റി ടീം അല്ലേ? ഫൗളിന്റെ എണ്ണവും കാർഡുകളുടെ എണ്ണവും കുറഞ്ഞു വരുമ്പോൾ നമ്മൾ കമ്മിറ്റി ടീം എന്ന് പറയണേ. അതിപ്പോ അങ്ങനെ പറയണം. തോറ്റെങ്കിൽ തോറ്റെന്ന് സമ്മതിക്കണം, തോറ്റെന്ന് സമ്മതിക്കണം. എന്നിട്ട് ഞങ്ങൾ സമ്മതിച്ചാ. ഞങ്ങൾ ജപ്പാനായിട്ട് കളിഞ്ഞപ്പോ നിങ്ങൾ ജപ്പാൻറ്റീന എന്ന് പറഞ്ഞ പുതിയ ടീം ഉണ്ടാക്കി. അർജന്റീന തന്നെ, അർജന്റീന ഫാൻസ് മൊത്തം ജപ്പാൻറ്റീന. അതിലെന്ത് ചെയ്യാനാ? അത് തന്നെയല്ലേ ഇപ്പോഴും നടക്കണേ. അത് ശരിയാണ്. ഞങ്ങളിപ്പോ സെമിഫൈനലിൽ കയറിയാൽ നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഞങ്ങള് കമ്മിറ്റി ടീമായി. തോറ്റു കഴിഞ്ഞാൽ അർജന്റീന മൊത്തം കളകളിയാണ്. അത് നമ്മളെ ഈജിപ്തിന്റെ കളിയിൽ കണ്ടേക്കണാണ്. ഏത് വെറും തട്ടിപ്പ്. ഇവർ പറയുന്നത് എല്ലാം നുണയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ചാ ജയിക്കും. ഇങ്ങനെയുള്ള ഫാൻസ് ആണ് അർജന്റീനയുടെ വിജയം കേട്ടോ, അല്ലേ? എന്തുണ്ടെങ്കിലും ന്യായീകരിച്ചോളും. അർജന്റീനക്ക് ആകെ ഒരു 10 മിനിറ്റ് അത് ഞങ്ങൾ കളിക്കും, കളിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളെ കളിപ്പിക്കും. എല്ലാ ചെറിയ ടീമുകളും കഷ്ടപ്പെട്ട് നിങ്ങളെ വെള്ളം കുടിപ്പിക്കും. ഈ ചെറിയ ടീമൊക്കെ യോഗ്യതാ മത്സരം കളിച്ച് കയറി വന്ന ടീമാണ്. നിങ്ങൾ അവരെ ചെറുതായിട്ട് കാണല്ലേ? നിങ്ങൾ അംഗീകരിക്കണം, അർജന്റീന വലിയ ടീമാണ്. ബ്രസീൽ വേറെ 5 കപ്പുള്ള ടീമാണ്, നിസ്സാരക്കാരല്ല. 5 കപ്പ് അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. അത് ആർക്കാ? ബ്രസീൽ പുറത്തു പോയില്ലേ? 5 കപ്പ് ഉണ്ടെന്ന് ഇവര് 10-20 വർഷം തൊട്ട് പറയണാണ്. അതാ ഇപ്പൊ വന്ന കളിക്കാരൊക്കെ പറയുന്നത് തന്നെയാണ് 5 കപ്പ് ഉണ്ടെന്ന്. 5 കപ്പ് ഉണ്ടായിട്ട് 5 കപ്പുള്ളൂ. നല്ല ഒന്നാന്തര കളിക്കാർ കളിച്ചത് അടിയതാണ്. അതെ, ഇപ്പോഴതൊക്കെ ബ്രസീൽ ഇതിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമൊക്കെ അല്ല. ഇപ്പൊ ലോകകപ്പിൽ ബ്രസീൽ പുറത്താക്കുക എന്ന് പറയുന്ന ഒരു സങ്കടമുള്ള കാര്യമാണ്. സങ്കടമുള്ള കാര്യം. അത് കളിക്കുന്ന ടീമും നമ്മുടെ ടീം. ഞാൻ അർജന്റീന ഫാനായിട്ടാണെങ്കിലും എനിക്ക് നെയ്മറിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കളിക്കാരനാണ്.
അത് കളിക്കണം. അവനെ കയറ്റിയിരുത്തിയത് തന്നെയാണ് ഇവരുടെ ബ്രസീലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായത്. പരിക്കായിരുന്നു, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉണ്ടായാലും ഒരു കളിക്കാരൻ ഇപ്പോൾ മെസ്സിക്ക് ചെറിയൊരു പരിക്കുണ്ടെങ്കിൽ അവർ ഇറക്കി വിടണം. ആ ഒരു കളിക്കാരൻ ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ ബാക്കി 10 പേര് ഉഷാറായി. ഏതായാലും പോർച്ചുഗലിൻ്റെ ഫാൻസും കൂടി ഉണ്ടല്ലോ അവിടെ. പോർച്ചുഗൽ എവിടെ അവിടെ എനിക്ക് ഒറ്റ പ്ലേസിന് പോലും അറിയില്ല. ആ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഇത് തോറ്റുപോയി, കളിയായ തോക്കും സ്വാഭാവികം. സങ്കടമൊന്നുമില്ല, കളി തോക്കും സ്വാഭാവികം, അത്രേ ഉള്ളൂ. നെയ്മർ ഫാനാണ്. അതെ, ഞാൻ ഒരു കടുത്ത ആരാധകനാണ് നെയ്മർ. അതെ അദ്ദേഹത്തിൻ്റെ വെറും നെയ്മർ ഫാനല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നെയ്മറിൻ്റെ ടാറ്റു കുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം, ഈ ടാറ്റു കുത്താനുണ്ടായ കാരണം നെയ്മർ വിരമിച്ചിട്ടുണ്ട്, ഇനി കളിക്കാനുള്ള സാധ്യത ഇല്ല, മീൻസ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, എന്നിട്ടും ഇങ്ങനെ കയ്യിൽ കുത്താനുള്ള കാരണം എന്താ? നെയ്മറോടുള്ള കടുത്ത ആരാധക. നെയ്മർ ഇപ്പോൾ മെസ്സി ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, മറ്റു പല താരങ്ങളുണ്ട്. അപ്പോൾ നെയ്മറിന് പല സമയത്ത് പരിക്കുകളുണ്ട്, മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. എന്നിട്ടും നെയ്മറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള കാരണം ആളുടെ കളി സ്കില്ല് കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ആരാധന കൂടിപ്പോയതാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ബ്രസീൽ പുറത്തതിന് ശേഷമാണ് ഇത് ടാറ്റു ചെയ്തിരിക്കുന്നത്. അതിനെന്താ കാരണം? ഇനി ബ്രസീലിൽ അങ്ങനെ ഒരു കളിക്കാൻ ഒരാളുണ്ടാവില്ല എന്നുള്ളൊരു ഇതുകൊണ്ട് സങ്കടമായപ്പോൾ തീർച്ചയായും ബ്രസീൽ പുറത്തായപ്പോൾ അല്ലെങ്കിൽ നെയ്മർ കരഞ്ഞൊരു സീനുണ്ടായിരുന്നു. അത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നെയ്മറിനെ അന്ന് കരഞ്ഞോ? പിന്നെല്ലാണ് ബ്രസീലിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് ലോകകപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ 2030 ആവണം. അതിനു മുമ്പ് കോപ്പ അമേരിക്ക ഉണ്ട്. കപ്പെടുക്കോ ആഞ്ചലോട്ടിയുടെ അടി? കപ്പെടുക്കുമെന്നാണ് ഞങ്ങൾക്കൊരു വിശ്വാസം. ആര് കപ്പെടുക്കും? അർജന്റീന. അർജന്റീനയോടുള്ള ഇഷ്ടം എന്താ? അത് പണ്ട് മുതലേ കൊച്ചിലെ മുതൽ അങ്ങനെയാ. ചേട്ടനച്ഛനൊക്കെ അപ്പം തുടങ്ങിയാ. മെസ്സി ഇഷ്ടമാണ്. കപ്പെടുക്കും. കപ്പെടുക്കും. ആര് കപ്പെടുക്കും? മെസ്സി. വമോസ് അർജന്റീന. പോർച്ചുഗൽ വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണനെ അവരെ ഒഴിവാക്കിയിട്ടത് കൊണ്ട് തീർച്ചയായിട്ടും. ബാക്കി ഇവിടെ മെയിൻ ആളുണ്ടായിരുന്നല്ലോ. അതെ ബാക്കിൽ നിൽക്കണം ആളാ. ബ്രസീൽ ഫാനാണ്, പക്ഷേ ബ്രാച്ചുവൽ ബേസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു ബ്രസീൽ ഫാനാണെങ്കിലും എനിക്ക് അണ്ണനെ ഭയങ്കര താല്പര്യമാണ്. അണ്ണനെ റോൾ മോഡലാണ്. പക്ഷേ അണ്ണന് നല്ലൊരു ടീം ഉണ്ടായിരുന്നു, മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു, ബാക്കിൽ ആൾക്കാർ നല്ല പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ആൾ റൺ എടുക്കുമ്പോഴും പന്ത് കൊടുക്കുന്നില്ല. കോച്ചിൻ്റെ ഇതാണോ അതോ പ്ലേയേഴ്സിൻ്റെ ഇടയിലുള്ള പ്രശ്നമാണെന്ന് അറിയില്ല. പക്ഷേ അണ്ണന് പന്ത് കൊടുത്തില്ല. ഇല്ലെങ്കിൽ നമുക്കറിയാം, സ്പെയിനായിട്ട് കഴിഞ്ഞ വർഷം ഫൈനലിൽ വന്നപ്പോൾ അണ്ണന് ചാൻസ് കൊടുത്തു, അണ്ണൻ പോസ്റ്റിലേക്ക് അടിച്ചു ഗോൾ കയറ്റി. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അണ്ണന് പന്ത് കൊടുത്തില്ല. ആര് കപ്പടിക്കും? ഫ്രാൻസ് അടിക്കും, നല്ല ടീമാണ്. അർജന്റീനയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അർജന്റീന ചിലപ്പോൾ എടുക്കും, പക്ഷേ ഫ്രാൻസ് അടിക്കാനാണ് 90% ചാൻസ്. ഫ്രാൻസ് ജയിക്കും. ഫ്രാൻസ് തന്നെയാണ്. ഞാൻ സ്പെയിൻ. സമീർ, അപ്പോൾ നമ്മളെ വലിയ ആവേശമാണ് കണ്ടത്. ലോകകപ്പ് ഇതിൻ്റെ ലാസ്റ്റ് ലാപ്പിലാണ്, സെമി ഫൈനലിലാണ് ഇനിയുള്ള മത്സരങ്ങളാണുള്ളത്. അപ്പോൾ ഈ മത്സരങ്ങളിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. കൂടുതൽ അർജന്റീന വിജയിക്കുമെന്ന് പറയുന്നവരുണ്ട്, ഫ്രാൻസ് ജയിക്കുന്നവർ പറയുന്നവരുണ്ട്. അപ്പം അടുത്ത പ്രാവശ്യം കപ്പടിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേൾഡ് കപ്പിൽ ഞങ്ങൾ കപ്പെടുക്കും, അത് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അപ്പോൾ 2030 കാത്തിരിക്കുന്നവരുണ്ട്, 2026 കപ്പെടുക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്. ഏതായാലും നമ്മുടെ ഈ ഒരു കളിയും കാര്യം അടുത്ത എപ്പിസോഡിൽ കാണാം. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് ഇത് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് അടുത്ത ടീമുമായിട്ട് തന്നെ കാണാം. വാമോസ് അർജന്റീന. വിവാ ബ്രസീൽ.